ഹലോ, നമസ്കാരം. ഒരു സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഹൈദരാബാദി ദം ബിരിയാണിയോ തലശ്ശേരി ദം ബിരിയാണിയോ ഒന്നുമല്ല. നമ്മൾ വേറൊരു സ്റ്റൈലിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ് ചെയ്യാൻ. അതിന് 2 കിലോ ചിക്കനെ 2 കിലോ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കേണ്ടി വരും കേട്ടോ. 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസാണ് ചിക്കൻ. ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു 200 ഗ്രാം തൈര്, കട്ട തൈര്, ഒരു 3 ബേ ലീവ്സ്, 4 ഏലക്കായ, ഒരു 6-7 ഗ്രാമ്പൂ, ഒരു തക്കോലം, പട്ട, ഒരു ജാതിപത്രി ചെറുത്, ജാതിപത്രി, മുളക് പൊടി. ഇത് രണ്ടും കൂടെ ചേർന്ന മുളക് പൊടിയാണ്, കശ്മീരിയും അതുപോലെ തന്നെ എരിവുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ നീര്, ഗരം മസാല, ഇത്രയും ഒരു ടീസ്പൂണോളം ഗരം മസാല, കുറച്ച് ഉള്ളി വറുത്തത്, ഏകദേശം 1.5 സവാള വറുത്തതാണ്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു സവാളയും കൂടെ അരച്ചതാണ് കേട്ടോ. ഒരു 12 ചെറിയ ഉള്ളി, ഒരു സവാള അരച്ചെടുക്കണം. ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം. ഇനി ഇതിൽ നമ്മൾ ഓയിലുകളോ ഒന്നും തന്നെ ഒഴിക്കുന്നില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു റെസ്റ്റ് പൊസിഷനിലൊന്ന് വെക്കണം. 1 മണിക്കൂർ ഇരുന്ന് ഉപ്പ് കുറച്ചിടണം. ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഹിമാലയൻ പിങ്ക് സാൾട്ടാണ്. ബാക്കി ഉപ്പ് നമുക്ക് പിന്നീട് ഇടാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമുക്കെടുത്തത് ഇതേ പാനിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന, ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണ് മാരിനേറ്റ് ചെയ്തത്. മസാലകളെല്ലാം നല്ലപോലെ പിടിച്ച് ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. ഇത് കുറച്ച് വേവായി കഴിയുമ്പോഴേ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവ് കഴിയുമ്പം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 സ്പൂൺ ഗരം മസാല, ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോളം ചിക്കൻ മസാല. ഇത് ചിക്കൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ ഇറങ്ങി കഴിയുമ്പോഴേ ഒരു 2 തക്കാളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഏകദേശം 40% കുക്കായിട്ടുണ്ട് ചിക്കൻ. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്തിറങ്ങട്ടെ. നമ്മൾ അധികം തക്കാളി അതിട്ടിട്ടില്ല. അതുപോലെ തന്നെ തൈര് അധികം പുളിയുള്ള തൈരൊന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. തക്കാളിയും അതുപോലെ തന്നെ. ഓക്കെ, തേങ്ങാപ്പാലാണ്. തേങ്ങ ചിരകിയെടുത്ത് പിഴിഞ്ഞെടുത്ത 1-ാം പാൽ. അതുപോലെ തന്നെ ഒരു 15 കാഷ്യൂ നട്ടും ഒരു 10 ബദാമും വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്.
ഈ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ കാഷ്യൂവും കൂടെ നമ്മൾ ഒരുമിച്ച് അരച്ചെടുക്കും. ഇതൊരു 50% കൂടുതൽ കുക്കാവുമ്പോൾ അതിൽ ആഡ് ചെയ്യും. ചിക്കൻ ഏകദേശം 50% കുക്കായിട്ടുണ്ട്. ഇതിൽ നമ്മൾ 15 കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ 10 ബദാമും സോക്ക് ചെയ്തത് തേങ്ങാപ്പാലിൻ്റെ കൂടെ അരച്ചെടുത്താണ് ഈ ചേർക്കുന്നത്. ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്തേക്കുക. ബാസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസ് ഒരു 2 കിലോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നല്ലതുപോലെ തിളച്ച് അതിൽ പട്ട, ഗ്രാമ്പൂ, തക്കോലം, അരനാരങ്ങയുടെ നീര്, അതുപോലെ തന്നെ ഒരു ഇച്ചിരി നെയ്യ്, മല്ലിയില, പുതിനയില ഇട്ട് തിളപ്പിച്ചതാണ്. അതിലോട്ട് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കോരി എടുക്കത്തേ ഉള്ളൂ റൈസ് കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ പറ്റിച്ചെടുക്കത്തില്ല. റൈസ് നമ്മൾ ഇതിനകത്തുനിന്ന് കോരി എടുക്കത്തുള്ളൂ. ഒരു 50% കുക്കാവുമ്പോൾ റൈസ് ഇതിൽ നിന്ന് നമ്മൾ കോരിയെടുത്ത് മാറ്റിയിട്ടാണ് ദമ്മിടുന്നത്. ഏകദേശം ഒരു 60% കുക്കായ ചിക്കനാണ്. അതിലോട്ടാണ് നമ്മൾ ഈ റൈസ് ആഡ് ചെയ്യുന്നത്. റൈസ് നമ്മൾ വേവിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദം ചെയ്യാനായിട്ട് ഇതാണ്ട് ഒരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചരുവം. അതിൽ നമ്മൾ കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് കിസ്മിസും കൂടെ വറുത്തെടുത്തായിരുന്നു. ആ നെയ്യ് ഇച്ചിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ നെയ്യോ ഒന്നും തന്നെയും കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. ചിക്കൻ മസാല കുക്ക് ചെയ്തപ്പോഴായാലും എല്ലാം തന്നെ പ്രത്യേക രീതി, അതായത് ഇത് ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണി അല്ലെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി എന്നല്ല, ഇത് രശ്മി ചിക്കൻ ദം ബിരിയാണി എന്നോ ഒക്കെ പറയാം. നല്ല സ്വാദുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അത് ദമ്മിടാൻ പോവാണ്. ഏകദേശം 60% കുക്കായ ചിക്കനാണ്. അത് നമ്മൾ വേറൊരു പാത്രത്തോട്ട് മാറ്റിക്കഴിഞ്ഞു. ഒരു 50% കുക്കായ റൈസ് നമ്മൾ കുക്ക് ചെയ്ത് വറ്റിച്ചല്ല എടുത്തിരിക്കുന്ന, കോരി എടുത്തിരിക്കുകയാണ്. അത് ഈ ദമ്മിന് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുകയാണ്. ഇതിന് മുകളിലോട്ട് ബാക്കിയെല്ലാം ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ബാക്കി കുക്കിംഗ് എല്ലാം ഇതിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്, ദമ്മിൽ തന്നെയാണ് ഈ റൈസിൻ്റെ എല്ലാം. ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റ്. ഒരു ലെയർ റൈസ് നമ്മൾ മസാലയ്ക്ക് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉള്ളി വറുത്തെടുത്തത്, അതുപോലെ തന്നെ ഒരു 3-4 കാഷ്യൂ നട്ട് വറുത്തത്, കുറച്ച് കിസ്മിസ്, അതുപോലെ തന്നെ പുതിനയും മല്ലിയിലയും ആണിത്. ഇപ്പം നെയ്യ് മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അധികം നെയ്യൊന്നും ഉപയോഗിക്കാത്തതായതുകൊണ്ട് അല്പം നെയ്യ് നമ്മൾ റൈസിന് മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നു. അല്പം ഗരം മസാല, ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ. ഇതിന് മുകളിൽ കൂടി അല്പം നമ്മൾ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ്. ഇനി അതിന് മുകളിൽ കൂടി ബാക്കി റൈസ് ഇടുക. രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കൂടി കുറച്ച് ഉള്ളി വറുത്തതും, ഇത് ബിസ്ത എന്ന് പറയുന്നത് ബരിസ്ത, അതും കുറച്ച് കാഷ്യൂനട്ട്, ഇതെല്ലാം ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യിൽ വറുത്തെടുത്തതാണ് കേട്ടോ കാഷ്യൂനട്ടും, അതുപോലെ തന്നെ ഈ കിസ്മിസും ഉള്ളിയൊക്കെ പശു നെയ്യിൽ വറുത്തെടുത്തതാണ്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ധാരാളം അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ നമ്മൾ ബദാം, ആൽമണ്ട് അരച്ച് തേങ്ങാപ്പാലിലാണ് മസാലയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇതിൽ കൂടുതൽ എണ്ണയൊന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എണ്ണ കൂടുതൽ ഉപയോഗിക്കാത്ത ഭക്ഷണമാണ്. അതിന് മുകളിൽ കൂടി കുറച്ച് ബിരിയാണി മസാല, ഇത് നമ്മൾ ഉപയോഗിച്ചാണ്. ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനവും ടേസ്റ്റ് മേക്കർ സീസണിങ്ങോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ എസൻസോ ഒന്നും തന്നെ ഇല്ല. നാച്ചുറലായിട്ടുള്ള
സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു തരത്തിലുള്ള സാധനമില്ല. ഇതിന് മുകളിൽ കൂടിയും കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. അധികം ബിരിയാണി ദം ചെയ്യാനുള്ള സെറ്റപ്പിലാക്കി എടുത്തിട്ടുണ്ട്. റൈസ് 2 ലെയർ, അതുപോലെ തന്നെ മുകളിൽ മറ്റുള്ള ഉള്ളി വറുത്തതും കിഷ്മിസ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ നട്ട്, പുതിന, മല്ലിയില, കുറച്ച് ഗരം മസാല, ബിരിയാണി മസാല, കുറച്ച് നെയ്യെല്ലാം ഒഴിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. തീ അടിയിൽ കത്തിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ദം ഇടുന്നത്. അതായത് ഇതിൻ്റെ മുകളിൽ നമ്മൾ കനലോ ഒന്നും തന്നെയും കൊയിലയോ ഒന്നും തന്നെ ഇടുന്നില്ല. അതുകൊണ്ട് ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ്. ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ കത്തിച്ച് വെച്ചതിന് ശേഷം ഒരു കല്ല് വെച്ചിട്ടുണ്ട്. കല്ലെന്ന് പറഞ്ഞാൽ ദോശയുടെ കല്ല്, അങ്ങനെയുള്ള കല്ല്, ഒരു പാന് വെച്ചിട്ട് അതിന് മുകളിലാണ് ഈ ദം ഇടാനുള്ള ചരുവം വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മളിനിപ്പോൾ ഫോയിൽ കൊണ്ട് മറച്ച് നല്ലതുപോലെ അടച്ച് ഫോയിൽ കൊണ്ട് നല്ലതുപോലെ, അലൂമിനിയം ഫോയിൽ കൊണ്ട് നല്ലതുപോലെ ഇത് മറച്ച് ആണ് ഇതിന് മുകളിൽ അടപ്പ് വെക്കുന്നത്. ഓക്കെ, അടപ്പും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ഇതൊന്നുമില്ല, ഇതിന് മുകളിൽ നമ്മൾ മൈദയൊന്നും തേച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ അടപ്പ്, അതും ഫോയിൽ വെച്ച് അടച്ചതാണ്, ഫോയിൽ വെച്ച് മറിച്ചാണ്. അതങ്ങോട്ട് വെച്ച് അടച്ച് 20 മിനിറ്റ് ഇതിന് മുകളിലൊരു പാത്രത്തിൽ വെള്ളം വെക്കും. വെള്ളം വെച്ച് കഴിയുമ്പോൾ വെള്ളം ചൂടാവും, അറിയാം നമുക്കന്നേരം. ഓക്കെ, നമ്മൾ ദമ്മിട്ട ബിരിയാണി പൊട്ടിക്കാൻ പോവുകയാണ്. പൊട്ടിച്ച് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ കഴിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് പറയും. വാവ്! അപ്പോൾ നോക്കൂ, നല്ല ആവിയൊക്കെ കയറി നല്ല സൂപ്പറായിട്ടുണ്ട്. കുറച്ച് റൈസ് ഒന്ന് എടുത്ത് മാറ്റിത്തരാം. പൂ പോലത്തെ റൈസ് നോക്കിക്കേ. ആഹാ ഹാ ഹാ ഹാ. റൈസ് ഓരോന്നോരോന്ന് പറക്കിയെടുക്കാം. അടിയിലാണ് ഇതിൻ്റെ മസാല മിക്സ് ആയിട്ട് വരുന്നുണ്ടോ. നല്ല സൂപ്പർ ഡൂപ്പർ ബിരിയാണിയാണ്. കണ്ടില്ലേ, വേണ്ടേ, നോക്കിക്കേ ആ പീസൊക്കെ നോക്കിക്കേ. അതിൻ്റെ ആ കാഷ്യൂ, അതുപോലെ തന്നെ ബദാം, ആ ഗ്രേവിയിൽ അങ്ങോട്ട് വെന്ത് വന്ന ചിക്കനാണ്. ഓക്കെ, റൈറ്റ്.